ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ കോഡ്സ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ കുറച്ച് സിംറ്റംസിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബേസിക്കലി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇമോഷൻസ്, സെൽഫ് ഇമേജ്, അതുപോലെ തന്നെ ബിഹേവിയർ, റിലേഷൻഷിപ്പ്, ഇതിലൊന്നും ഒരു സ്ഥിരത ഉണ്ടാവില്ല, അതായത് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതിൽ കുറച്ചധികം സിംറ്റംസ് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. കംപ്ലീറ്റ് ആയിട്ട് പറയുന്നതിന് മുന്നേ ഒരു കാര്യം സൂചിപ്പിക്കാം. ഇതിലിപ്പോൾ 3-4 സിംറ്റംസ് അല്ലെങ്കിൽ 2-3 സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് കരുതി ഒരിക്കലും ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെ ആകണമെന്നില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു ഡിസോർഡർ ആണ് എന്ന് തോന്നുന്നു, എങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. ഒന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് ഫിയർ ഓഫ് അബാൻഡൻമെന്റ്, അതായത് റിജക്ഷനെയോ സെപ്പറേഷനെയോ ഒക്കെ ഭയങ്കരമായിട്ട് ഭയക്കുന്നുണ്ടാവും. ഒന്നുകിൽ അവർ ഇമാജിനറി വേൾഡിലായിരിക്കും ഈ പേടിക്കുന്നത്, അല്ലെങ്കിൽ റിയൽ വേൾഡിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റിജക്ഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടാവും. ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു പ്രധാനപ്പെട്ട സിംറ്റമാണ് അൺസ്റ്റേബിൾ റിലേഷൻഷിപ്സ്. ഇവര് ഭയങ്കരമായിട്ട് ഓവറായിട്ട് റിലേഷൻഷിപ്പിനെ ഐഡിയലൈസ് ചെയ്യും. 2 എക്സ്ട്രീമിലായിരിക്കും അവർ നിൽക്കുക. ഒന്നുകിൽ യു ആർ സോ പെർഫെക്റ്റ്, അല്ലെങ്കിൽ യു ആർ സോ ടെറിബിൾ. അടുത്ത സിംറ്റമാണ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള സെൽഫ് ഇമേജ്. അവരുടെ സെൻസ് ഓഫ് ഐഡന്റിറ്റി, ഗോൾസ്, വാല്യൂസ് ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടേ. ഇനി വരുന്നത് അവർ ഭയങ്കരമായിട്ട് ഇമ്പൾസീവ് ആയിരിക്കും, അതായത് റിസ്കി ബിഹേവിയേഴ്സ് കാണിക്കുക എന്നുള്ളത്. സ്വന്തം ജീവന് അപകടം വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ്, ഹൈ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത്, പിന്നെ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയും. അതായത് നമുക്കൊരു കൺട്രോൾ ഇല്ലാതെ, നമ്മുടെ ഹെൽത്ത് ഒന്നും കോൺഷ്യസ് അല്ലാതെ ഒരുപാട് ഫുഡ് കഴിക്കുക. ചിലപ്പോൾ രാത്രി 3 മണിക്കും 4 മണിക്കൊക്കെ എണിച്ചിട്ടൊന്ന് ഫുഡ് കഴിച്ചെന്ന് വരാം. അപ്പൊ ഈ വക റിസ്കി ബിഹേവിയേഴ്സ് കാണിക്കുന്നതും ഒരു പ്രധാനപ്പെട്ട സിംറ്റമാണ്. മറ്റൊരു കാര്യം, അവര് സെൽഫ് ഹാം ചെയ്യുക അല്ലെങ്കിൽ സൂയിസൈഡൽ ബിഹേവിയർ കാണിക്കും. സ്വന്തമായിട്ട് കയ്യിലും കാലിലും ഒക്കെ വരച്ച് മുറിവുണ്ടാക്കുക, അതുപോലെ ശരിക്കുള്ള സൂയിസൈഡൽ അറ്റംപ്റ്റുകൾ നടത്തുക, അങ്ങനെയൊക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട ഒഴിവാക്കാൻ പറ്റാത്തൊരു സിംറ്റമാണ് ഇമോഷൻസ് അൺസ്റ്റേബിൾ ആയിട്ടിരിക്കുക എന്നുള്ളത്. ഇന്റൻസ് മൂഡ് സ്വിങ്സ് കാണും അവർക്ക്. ചിലപ്പം അതൊരു മണിക്കൂറുകൾക്ക് ആയിരിക്കും അത് ലാസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ദിവസങ്ങളോളം ചിലപ്പോൾ ആ മൂഡ് സ്വിങ്സ് ലാസ്റ്റ് ചെയ്തെന്നും വരാം. അടുത്ത സിംറ്റമാണ് ക്രോണിക് ഫീലിങ്സ് ഓഫ് എംപ്റ്റിനെസ്, അതായത് ഉള്ളിലൊരു ശൂന്യത തോന്നുന്ന അവസ്ഥ. ഈ ശൂന്യത കുറച്ചു നേരത്തേക്ക് ആയിരിക്കില്ല നിൽക്കുന്നത്, ഇത് ഒരുപാട് നേരത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് നാളത്തേക്ക് പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇനി വരുന്ന സിംറ്റമാണ് സ്ട്രെസ് റിലേറ്റഡ് പാരനോയ ഓർ ഡിസോസിയേഷൻ. അൺറിയൽ ആയിട്ട് തോന്നുക, ഡിറ്റാച്ച്ഡ് ആയിട്ട് ഫീൽ ചെയ്യുക, ഭയങ്കരമായിട്ട് സ്ട്രെസ് വരുമ്പോഴത്തേക്കും എല്ലാം സസ്പീഷ്യസ് ആയിട്ട് കാണുക, അങ്ങനെ. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇന്റൻസ് ആങ്കർ, അവർക്ക് ടെമ്പർ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല ഫ്രീക്വന്റ് ആയിട്ടുള്ള ഔട്ട്ബസ്റ്റ് ഉണ്ടാവാം, ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടുന്നുണ്ടാവാം, ചിലപ്പോൾ അലറുന്നുണ്ടാവും. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്തത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ യൂഷ്വലി കണ്ടുവരുന്ന കുറച്ചധികം സിംറ്റംസ് ആണ്. നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇതിലേതെങ്കിലും സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ട്, 1-2 സിംറ്റംസ് ഉണ്ടെന്ന് കരുതി നമുക്കിതിനെ ഈ ഒരു കാറ്റഗറിയിൽ തന്നെ പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണലിന്റെ അടുത്ത് തന്നെ ചെന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഈ വീഡിയോ നിങ്ങൾക്കൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.